ഫ്രണ്ട്സ്, ഒക്കെ ഡേജ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ജേർണൽ കിറ്റ് അൺബോക്സിംഗ് ആയിട്ടാണ്. ഇത് ഞാനിന്ന് HNC പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. ഒരു ബ്ലൂ തീമാണ് വരുന്നത് കേട്ടോ. ഇതിൽ കുറേ സ്റ്റിക്കേഴ്സ്, എൻവലപ്പ്, ഹാൻഡ് ബുക്ക്, നോട്ട് പാഡ്, ഡെക്കറേറ്റീവ് പേപ്പർ ക്രാഫ്റ്റ് അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. ഇതിലൊരു മിനി ചാനൽ ചെയ്യാനുള്ള ഒരു ബുക്കും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ എടുക്കുന്നത് ഈ ഒരു ബുക്കാണ് കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം. ഇതിങ്ങനത്തെ ഒരു കവറായിട്ട് വരുന്നതാണ്. ഇതിനുള്ളിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടുള്ളത്. എൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ തന്നെയാണ്. ഇതിൽ കുറേ പേജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയുള്ളതും കൂടി നോക്കാം. പിന്നെ വരുന്നത് 2 വാഷിംഗ് ടേപ്സ് ആണ് കേട്ടോ. മറ്റേ 2 ഡിസൈനുള്ള 2 വാഷിംഗ് ടേപ്സ്. പിന്നെ നമുക്കിതെന്താ പോസ്റ്റ് കാർഡ്സ് തോന്നുന്നു. നോക്കട്ടെ. ഇത് തീം കാർഡാണ് കേട്ടോ. തീം കാർഡ് നോക്ക് ഫ്രണ്ട്സ്, ഉണ്ടോ? നല്ല ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ കുറേ തീം കാർഡ്സ് വന്നിട്ടുണ്ട്. തീം കാർഡ്സ് ഇങ്ങനത്തെ കുറേ വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ഇത് നമുക്ക് കുറേ ഷേപ്സ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് എന്തായാലും ഇതിലുള്ള ബാക്കി കൂടി നോക്കാം. ഇതിൽ ആരാന്നറിയില്ല, ഇതാക്കണ്ടോ. പിന്നെ നമുക്ക് ഒരു ലോട്ടസ് ഒക്കെ ആയിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്, ഒരു റിവറിൻ്റെ. പിന്നെ ഒരു ഗ്രീൻ ഒരു പാർക്ക് ഗ്രൗണ്ട് പോലെ ഇങ്ങനത്തെ കുറേ പോസ്റ്റ് കാർഡ്സ് ഉണ്ട് കേട്ടോ. പോസ്റ്റ് കാർഡ്സ് ആണ് തോന്നുന്നു. സംഭവം അറിയില്ല. ഇങ്ങനത്തെ കുറേ കാർഡ്സ് ഉണ്ട്. ഇതെന്ത് സംഭവം അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിൽ നോക്കാട്ടോ. ഈ പിക്ചർ ഏതാണ്? ഇത് ഡെയിലി സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. ഡെയിലി സ്റ്റിക്കേഴ്സ് ആണ് ഇതിൽ 1 to 31 വരെ നമുക്ക് നമ്പേഴ്സ് തന്നിട്ടുണ്ട് ഇവർ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഇത് നമ്മുടെ ഡേയ്സ് അനുസരിച്ചിട്ട്. അപ്പോൾ 1, 2, 3 അപ്പോൾ ഒരു ഏപ്രിൽ 1-ാം തീയതി ജേർണൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കാർഡ് ഒട്ടിക്കുക. അങ്ങനത്തെ കുറച്ച് 1 to 31 എന്ന് വെച്ചാൽ 1 month ചെയ്യാനുള്ള ജേർണലിംഗ് പോലത്തെ കുറച്ച് ഡെയിലി സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഇത് പോസ്റ്റ് കാർഡ്സാണ് തോന്നുന്നു കേട്ടോ. ഇത് നമുക്ക് വന്നിരിക്കുന്നത് പോസ്റ്റ് കാർഡ്സ് നോട്ട് പാഡാണ് കേട്ടോ. ഇതൊക്കെ നോട്ട് പാഡ്സ് ആണ് കണ്ടത്. കുറേ ഉണ്ട്. മെമോ പാഡ് പോലത്തെ കുറേ നോട്ട് പാഡ്സ് വന്നിട്ടുണ്ട്. കണ്ടോ, പല പല ഡിസൈൻസിൽ വന്നിട്ടുണ്ട്. അടുത്തത് വന്നിരിക്കുന്നത് നമുക്ക് ഫോൾഡബിൾ കാർഡ്സ് ആണ് കേട്ടോ. ഇതൊന്ന് ഫോൾഡബിൾ നോട്ട്സ് ആണ് കേട്ടോ. കണ്ടോ, ഇങ്ങനത്തെ കുറേ ഉണ്ട്. നമുക്കിതിൽ ഇതിൽ കുറേ കോഡ്സൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനത്തെ കോഡ്സ് എഴുതിയതുണ്ട്, കോഡ്സ് എഴുതാത്തതുണ്ട് കേട്ടോ. പിന്നെ ഇച്ചിരി വലിയ സൈസിൽ വരുന്ന കുറച്ച് പിക്ചേഴ്സാണുള്ളത്. ഇങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ. വലിയ പിക്ചേഴ്സിൽ വരുമ്പോഴൊക്കെ ഇങ്ങനത്തെ മെമോ പാഡ്സ് പോലെ കണ്ടോ. ഇങ്ങനെ ബോക്സസ് പോലെ ഡിസൈൻസ് വന്നതൊക്കെ ഉണ്ട്. പിന്നെ കണ്ടോ, അതിൻ്റെ കളർ ചേഞ്ചസ് ഉണ്ട്. ഇങ്ങനത്തെ പ്ലെയിൻ പേപ്പേഴ്സ് അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഇത് സ്റ്റിക്കേഴ്സ് ആണ് തോന്നുന്നു കേട്ടോ. കണ്ടോ, സ്റ്റിക്കേഴ്സാണ്. ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ് വന്നിട്ടുണ്ട്. ഇത്രയും സ്റ്റിക്കേഴ്സാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഇങ്ങനത്തെ
ഓരോ തോട്ട്സും കാര്യങ്ങളും ഇതിൽ ഓരോന്നിങ്ങനെ എഴുതിയിട്ട് വെക്കാനുള്ളതാണ് ഇതാ. പിന്നെ ഈ നമ്മുടെ സാധാരണ നമ്മൾ എഴുതാറുള്ള തോട്ട്സും കൂടി ഉണ്ട്. ഇതിലോരോ തോട്ട്സ് ഇങ്ങനെ പീൽ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇങ്ങനത്തെ കളേഴ്സ് ആയിട്ടുള്ളത് 2 സ്റ്റിക്കേഴ്സും തോട്ട്സ് ആയിട്ടുള്ളത് 2 ഗ്ലാസ് പേപ്പേഴ്സാണ് ഉള്ളത്. പിന്നെ വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടില്ലേ അതുപോലത്തെ ഇച്ചിരി കൂടിയും ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കാൻ പറ്റും കേട്ടോ സംഭവങ്ങൾ കണ്ടോ. പല പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റുന്ന കുറച്ച് രണ്ടെണ്ണം അങ്ങനത്തെ ഒരു സൺഫ്ലവറിൻ്റെയും റോസ തോന്നാം കേട്ടോ. അങ്ങനത്തെ ഒരു ഇതും കൂടി ഉണ്ട്. എൻവലപ്പാണ് കേട്ടത്. പിന്നെ ഇത് ഇങ്ങനത്തെയും കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് കീറിയിട്ട് ചെയ്യാം, കട്ട് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനത്തെയാണ് ഇതാ. പിന്നെ അതിൻ്റെ ഇച്ചിരി കൂടിയും വലിയ സൈസ് വരുന്നതാണ് കേട്ടോ. അപ്പം ഇത്രക്കാണ് ഇതൊന്നും കിട്ടിയത്. അപ്പം ഇത്ര ഫ്രണ്ട്സ്, അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ